എല്ലാവരും ഫാർമസിസ്റ്റിന് എക്സാം എഴുതി കഴിഞ്ഞൊരു ആശ്വാസത്തിലിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യാൻ പോകുന്ന ഒരു സെഷൻ എന്ന് പറഞ്ഞാല് ഈ എക്സാമില് ഹോർട്ടിക്കൾച്ചർ പോർഷൻസിൽ വന്നിട്ടുള്ള ആൻസേഴ്സ്, അതിന്റെ ചെറിയ ഡിസ്കഷൻ ആണ് നമ്മൾ ഇവിടെ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻ ഹോർട്ടിക്കൾച്ചർ പോർഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒരു ചെറിയ രീതിയിലൊരു ഡിസ്കഷൻ ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അറുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഹോർട്ടിക്കൾച്ചർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എക്സാമില്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ഓഫ് ആന്തൂറിയം കമേഴ്ഷ്യലി കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആന്തൂറിയം ആൻഡ്രിയാനം. ഇവിടെ ആൻസർ കീയിലും ഓപ്ഷൻ ബി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കട്ട് ഫ്ലവർ സ്പീഷീസ് ആണ് ആന്തൂറിയത്തില്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ സിസ്റ്റംസ് ഓഫ് ട്രെയിനിങ്. ആദ്യത്തെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ബോവർ സിസ്റ്റം ഓഫ് ട്രെയിനിങ് ഇസ് പ്രാക്ടിസ്ഡ് ഇൻ cucurbitaceous vegetable. Modified leader system branches are well distributed. Head system of training is practiced in high density planting. Trees trained in central leader system are best suited to bear loads and resist damage from strong winds. So ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബവ്. അപ്പം എല്ലാം തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം, ബോവർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പന്തൽ സിസ്റ്റം. നോർമലി കുക്കുർബിറ്റേഷ്യസ് വെജിറ്റബിൾസിന് ഫോളോ ചെയ്യുന്ന ഒരു ട്രെയിനിങ് സിസ്റ്റം തന്നെയാണ് ബോവർ അല്ലെങ്കിൽ പന്തൽ സിസ്റ്റം. നമ്മുടെ സ്നേക് ഗോഡ്, ബിറ്റർ ഗോഡ് എല്ലാം പന്തൽ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ ട്രെയിനിങ് ചെയ്തു വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ലീഡർ സിസ്റ്റം. ഇൻ മോഡിഫൈഡ് ലീഡർ സിസ്റ്റം ബ്രാഞ്ചസ് ആർ വെൽ ഡിസ്ട്രിബ്യൂട്ടഡ്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്കറിയാം ജനറലി ട്രെയിനിങ് സിസ്റ്റത്തിന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് സെൻട്രൽ ലീഡർ, ഓപ്പൺ സെന്റർ, മോഡിഫൈഡ് ലീഡർ. ഈ മോഡിഫൈഡ് ലീഡർ എന്ന് പറയുന്നത് ഓപ്പൺ സെന്ററിന്റെയും സെൻട്രൽ ലീഡറിന്റെയും ഒരു ഇന്റർമീഡിയറ്റ് ഫോം ആണ്. ആദ്യം അതൊരു 4-5 വർഷം സെൻട്രൽ ലീഡർ ആയിട്ട് അലോ ചെയ്തിട്ട് പിന്നെ അതിന്റെ ട്രങ്ക് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വെച്ച് ഡിഹെഡ് ചെയ്ത് നമ്മൾ ബ്രാഞ്ചസിന് അലോ ചെയ്യുന്നു. സ്കാഫോൾഡ് ബ്രാഞ്ചസിന് 4 ഡയറക്ഷനിലായിട്ട് വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് നമ്മൾ അലോ ചെയ്യുന്നു, ഗ്രോ ചെയ്യാൻ അലോ ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ബ്രാഞ്ചസ് എല്ലാം വെൽ ഡിസ്ട്രിബ്യൂട്ടഡ്, നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടായിരിക്കും ബ്രാഞ്ചസ് ഒക്കെ കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് സിസ്റ്റം ഓഫ് ട്രെയിനിങ് ഇസ് പ്രാക്ടിസ്ഡ് ഇൻ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് സിസ്റ്റം. ഇതും കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഹെഡ് സിസ്റ്റംസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഗ്രേപ്സിൽ ഫോളോ ചെയ്യുന്ന ഒരു ട്രെയിനിങ് സിസ്റ്റം ആണ്. അതായത് വൈൻസ്, നമ്മുടെ ഗ്രേപ്പ് വൈനിനെ സിംഗിൾ സ്റ്റെം ആയിട്ട് അലോ ചെയ്യും. ഒരു മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്ററോളം ഹൈറ്റിൽ ഇതിന് ഒരു സ്റ്റേക്ക് സിസ്റ്റം, സിംഗിൾ സ്റ്റേക്ക് സിസ്റ്റം എന്നും വിളിക്കാറുണ്ട് ഹെഡ് സിസ്റ്റത്തിന്. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റേക്ക്, ഒരു സ്റ്റേക്കിന്റെ, അതായത് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് വൈനിന്. ഒരു പർട്ടിക്കുലർ ഒരു 1 to 1.5 മീറ്ററോളം ഹൈറ്റിൽ തന്നെ വളർത്തി അതൊരു പർട്ടിക്കുലർ ഹൈറ്റ്, അതായത് അതിന്റെ മേലെ എത്തുമ്പോഴത്തേക്കും ആ വൈനിന് ടിപ്പിംഗ് ചെയ്യും, നുള്ളിയിട്ട് സൈഡ് നമുക്കറിയാം അവിടെ അതിന്റെ ടിപ്പ് നുള്ളി കൊടുക്കുമ്പോൾ ലാറ്ററൽസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ 4 ലാറ്ററൽസ് ആണ് നമ്മൾ ഇതിന് അലോ ചെയ്യുന്നത്. അതായത് ഒരു 75 സെന്റിമീറ്റർ ഫ്രം ദി ഗ്രൗണ്ട് ലെവലിന് അനുസരിച്ചിട്ടാണ് ഇതിന് ടിപ്പ് ഓഫ് ചെയ്യുന്നത്. ടിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ലാറ്ററൽസ് അലോ ചെയ്യുന്നു. പിന്നെ അതിൽ നിന്ന് 2 സെക്കൻഡറി ബ്രാഞ്ചസ് നമ്മൾ അലോ ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു ട്രെയിനിങ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. ഹെഡ് സിസ്റ്റത്തില് ഹൈറ്റ് വളരെ ചെറിയ രീതിയിലായതുകൊണ്ട് തന്നെ, അതുപോലെ ഒരുപാട് സ്പേസ് അക്കോമഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് ദിസ് പർട്ടിക്കുലർ സിസ്റ്റം, ട്രെയിനിങ് സിസ്റ്റം ഇസ് ഹൈലി സൂട്ടബിൾ ഫോർ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് സിസ്റ്റം. അപ്പൊ തേർഡ് ഓപ്ഷൻ റൈറ്റ് ആയിരുന്നു, തേർഡ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ഇസ് ഫോർത്ത് വൺ, trees trained in central leader system are best suited to bear loads and resist damage from strong winds. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് സിസ്റ്റത്തിൽ വൺ ഓഫ് ദി ട്രെയിനിങ് സിസ്റ്റംസ് ആണ് സെൻട്രൽ ലീഡർ. അതിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ ട്രങ്ക് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ, അതായത് എത്ര വളരാൻ പറ്റുമോ അത്രത്തോളം അതിനെ വളർത്തും. എല്ലാ സൈഡിലും ബ്രാഞ്ചസ് അലോ ചെയ്യും. അതായത് ഒരു ബാലൻസ്ഡ് ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ഒന്നല്ല. മോഡിഫൈഡ് ലീഡറിൽ വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, പക്ഷെ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് വരുന്നതിനനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു, അല്ലാതെ അതിന് ഒരു ബാലൻസ് ഒന്നും ഇല്ല. അപ്പൊ തന്നെ എന്ത് സംഭവിക്കും,
നല്ല സ്റ്റേഡി ആയിരിക്കും. ആ ട്രീ പർട്ടിക്കുലർ സെൻട്രൽ ലീഡർ സിസ്റ്റത്തിൽ ട്രെയിൻ ചെയ്യുന്ന മരങ്ങളെല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രോങ് വിൻഡ് വന്നാൽ പോലും അതിന് തടയാനുള്ള, അതായത് സ്ട്രോങ് വിൻഡ് വന്നു കഴിഞ്ഞാൽ പോലും ഡാമേജ് ഒന്നും ഇല്ലാതെ അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ശക്തി ആ മരങ്ങൾക്കുണ്ടാവും സെൻട്രൽ ലീഡർ സിസ്റ്റത്തിൽ ട്രെയിൻ ചെയ്തത്. അതുപോലെ ക്രോപ്പ് ലോഡും ബെയർ ചെയ്യാനുള്ള ശക്തി ഈ ഒരു സെൻട്രൽ ലീഡർ ട്രെയിൻഡ് സിസ്റ്റത്തിലും ഉണ്ടാവും. അപ്പൊ 62ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും റൈറ്റ് ആയിരുന്നു ഇതില്. 63rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയന്റിഫിക് നെയിം ഓഫ് വെസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ POP ബേസ്ഡ് ആണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സിംബോബോഗൻ സിട്രേറ്റസ്. അപ്പോൾ ഇത് വെസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസിന്റെ സയന്റിഫിക് നെയിം ആണ്. ബാക്കിയുള്ളതൂടെ നോക്കാം. നമ്മുടെ ഓപ്ഷൻ എ സിംബോബോഗൻ പെൻഡുലസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ലെമൺ ഗ്രാസ് അല്ലെങ്കിൽ ജമ്മു ലെമൺ ഗ്രാസ് ഓർ നോർത്ത് ഇന്ത്യൻ ലെമൺ ഗ്രാസിന്റെ സയന്റിഫിക് നെയിം ആണ് സിംബോബോഗൻ പെൻഡുലസ്. സിംബോബോഗൻ ഫ്ലെക്ഷോസസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് ആണ്. പിന്നെ സിംബോബോഗൻ നാർഡസ് എന്ന് പറയുന്നത് സിലോൺ സിട്രോനെല്ല ഗ്രാസ്, അതായത് ലെമൺ ഗ്രാസ് അല്ല, സിട്രോനെല്ല എന്ന് പറയുന്ന അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അതിലുള്ള സിലോൺ സിട്രോനെല്ലയും ജാവ സിട്രോനെല്ല എന്ന് പറഞ്ഞ രണ്ട് സ്പീഷീസ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് സിട്രോനെല്ല ഗ്രാസ് ഉണ്ട്. അതിലുള്ള സിലോൺ സിട്രോനെല്ല ഗ്രാസിന്റെ സയന്റിഫിക് നെയിം ആണ് സിംബോബോഗൻ നാർഡസ് എന്ന് പറയുന്നത്. So next question is 64th question. Select the incorrect statement given below relating to the action of growth regulators. So ഇതൊരു direct question ആണ്. Again, growth regulators ബേസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ 1 only. Abscisic acid inhibits RNA biosynthesis and has no effect on RNA activity. ഇതിൽ എനിക്കൊരു ചെറിയ ഡൗട്ട് കൂടി ഉണ്ട്. കാരണം സൈറ്റോകൈനിൻ ലാറ്ററൽ ബഡ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റ് ആണ്. സൈറ്റോകൈനിൻ ഓൾവേസ് ഇന്ററാക്ട്സ് വിത്ത് ഓക്സിൻ. സോ ഈ ഒരു ഇതിന് ഓൾവേസ് ഇന്ററാക്ഷൻ ഇല്ല, കൗണ്ടറാക്ഷൻ ആണുള്ളത്, കൗണ്ടറാക്ട് ആണ് ചെയ്യുക. അതായത് സൈറ്റോകൈനിൻ ഓക്സിൻ ഒരു റേഷ്യോ വെച്ചിട്ടാണ് റൂട്ടിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ എബിലിറ്റി ഉണ്ടാവുക. പ്ലാന്റിനുള്ള റൂട്ടിംഗ് വേണോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് അലോ ചെയ്യണോ എന്നുള്ളതെല്ലാം ഒരു സൈറ്റിൻ ഓക്സിന്റെ ഒരു റേഷ്യോ വെച്ചിട്ടാണ്. അതായത് സൈറ്റോകൈനിൻ കൂടി ഓക്സിൻ കുറയുമ്പോൾ ഷൂട്ടിംഗ് ആയിട്ടും ഓക്സിൻ കൂടി സൈറ്റോകൈനിൻ കുറയുമ്പോൾ റൂട്ടിംഗ് ആയിട്ടുമാണ് വരാറ്. അപ്പോൾ ഓൾവേസ് ഇന്ററാക്ഷൻ എന്നുള്ള ഒരു പോയിന്റ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. സോ ഐദർ അതൊരു ആൻസർ ഓപ്ഷൻ ബി ആവാം, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് ഒരു മാർക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 65th ക്വസ്റ്റ്യൻ. ദ ആന്റി ക്യാൻസറസ് ആൽക്കലോയിഡ് വിൻക്രിസ്റ്റിൻ ഇസ് ഐസൊലേറ്റഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിസിനൽ പ്ലാന്റ്. ഇതും വളരെ എന്താ പറയുക സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ POP തന്നെ വന്നിട്ടുള്ളതാണ്. ആൻസർ ഇസ് കാത്തറാന്തസ് റോസിയസ് പെരിവിങ്കിൾ എന്ന് പറയുന്ന കോമൺ നെയിം ഉള്ള മെഡിസിനൽ പ്ലാന്റ്. വിൻക്രിസ്റ്റിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് ഇസ് ഐസൊലേറ്റഡ് ഫ്രം ഇറ്റ്സ് ലീഫിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ആൽക്കലോയിഡ് ആണ് വിൻക്രിസ്റ്റിൻ. അതുപോലെ വിൻബ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞുള്ള വേറൊരു ആൽക്കലോയിഡ് കൂടെ ഉണ്ട്. ആൻഡ് ദീസ് ടു കോമ്പൗണ്ട്സ്, ആൽക്കലോയിഡ് കോമ്പൗണ്ട്സ്, ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ സെൽസിനെ ഫൈറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. Okay, next question is the relationship with that is the cocoa beans and the degree of fermentation of beans is indicated in the following statements. Find the relationship with the color and flavor of cocoa beans and degree of fermentation of beans is indicated in the following statements. Find the correct statement or statements എന്നുള്ളതാണ് ഈ ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഇതിന്റെ ബേസിൽ ഇത് ഈ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് കൊക്കോ ബീൻസിന്റെ കളറും ഫ്ലേവർ എന്ന് പറയുമ്പോൾ ആ ബീൻസിന്റെ ക്വാളിറ്റി, ഫെർമെന്റേഷൻ ചെയ്തിട്ടുള്ള ആ ക്വാളിറ്റി എങ്ങനെ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതില് ആദ്യം തന്നെ എന്താ വരുന്നത് വെച്ചാൽ ഫുള്ളി ഫെർമെന്റഡ് ആയിട്ടുള്ള കൊക്കോ ബീൻസ് ആണെങ്കിൽ അതിന്റെ കളർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബ്രൗണിഷ് ഇൻ കളർ. അപ്പോ ബ്രൗൺ കളർ ആയിരിക്കും. അതുപോലെ അതിന്റെ ബീൻസിന്റെ ഡിഗ്രി ഓഫ് ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്ലേവർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു അസിഡിറ്റി, അസ്ട്രിൻജൻസി, അതൊക്കെ, അതുപോലെ ബിറ്റർനെസ്, ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിരിക്കും.
അതാണ് ഈ തേർഡ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ബ്രൗൺ കളേർഡ് ബീൻസ് ഹാവ് ബാലൻസ് ഓഫ് അസിഡിറ്റി, അസ്ട്രിൻജൻസി ആൻഡ് ബിറ്റർനെസ്. സോ ബ്രൗൺ കളേർഡ് ബീൻസ് ഒക്കെ ഫുള്ളി ഫെർമെന്റഡ് ആണ്. ഫുള്ളി ഫെർമെന്റഡ് ബീൻസ് എല്ലാം ബ്രൗൺ കളേർഡ് ആയിരിക്കും. ആൻഡ് ദേ ഹാവ് എ ബാലൻസ് ഓഫ് അസിഡിറ്റി, അസ്ട്രിൻജൻസി ആൻഡ് ബിറ്റർനെസ്. അതാണ് ആദ്യത്തേത്. ഇനി ഹൈലി ഫെർമെന്റ്, ഇനി ഫുള്ളി ഫെർമെന്റഡ് കഴിഞ്ഞ് പാർഷ്യലി ഫെർമെന്റഡ്. പാർഷ്യലി ഫെർമെന്റഡ് ആവുമ്പോൾ ബീൻസിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗണിഷ് പർപ്പിൾ കളർഡ് ആയിരിക്കും. അത് ബ്രൗണിഷ് പർപ്പിൾ കളേർഡ് ബീൻസിൽ ഹൈ ആയിട്ടുള്ള ഹൈയസ്റ്റ് അസിഡിറ്റി, അസ്ട്രിൻജൻസി ആൻഡ് ബിറ്റർനെസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ലോ ഫെർമെന്റേഷൻ ഉള്ള ബീൻസ് ആണെങ്കിൽ അതിന്റെ കളർ പർപ്പിൾ കളേർഡ് ആയിരിക്കും വിത്ത് ലോ കൊക്കോ ഫ്ലേവർ. അതുപോലെ അസിഡിറ്റി, അസ്ട്രിൻജൻസി ആൻഡ് ബിറ്റർനെസ് സ്ട്രോങ് ആയിരിക്കും. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. അതും കറക്റ്റ് ആണ്. ഇനി അൺഫെർമെന്റഡ് ബീൻസ് ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് കളേർഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഫുള്ളി ഫെർമെന്റഡ് ബീൻസ് ബ്ലാക്ക് ഇൻ കളർ. അതല്ല, ബ്ലാക്ക് കളേർഡ് ബീൻസ് ഒക്കെ എന്താണ്? അൺഫെർമെന്റഡ് ആണ്. ഇനി നേരെ മറിച്ച് ഫുള്ളി ഫെർമെന്റഡ് ബീൻസ് ഒക്കെ ബ്രൗണിഷ് കളേർഡ് ആയിരിക്കും. അപ്പൊ ഇതിലുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഈ സെക്കൻഡും തേർഡും ആണെന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 67th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് shrub is grown for foliage purpose? അതായത് ലീവ്സിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ വളർത്തുന്ന പ്ലാന്റ്സ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എക്സോകാരിയ ബൈകളർ. അപ്പോൾ ഈ പ്ലാന്റ് അറിയാത്തവർക്ക് ഈ ഫോട്ടോ കൂടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോളിയേജ്, നല്ലൊരു എന്താണ് അട്രാക്റ്റീവ് പർപ്പസിന് വേണ്ടി ഒരു ഫോളിയേജ് പ്ലാന്റ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കളറിലായിരിക്കും ഇതിന്റെ അതായത് ലീഫിന്റെ കളറും മേലെയും താഴെയും ഡിഫറെന്റ് ആണ്. മേലെ ആ ഗ്രീനിഷ് ക്ലോറോഫിൽ പിഗ്മെന്റും താഴെ ആന്തോസൈനിൻ ആ പർപ്പിൾ പിഗ്മെന്റ് ആണ് താഴെ ലോവർ പാർട്ട് ഓഫ് ദി ലീഫിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഫോളിയേജ് പർപ്പസിന് യൂസ് ചെയ്യുന്ന shrub, എക്സോകാരിയ ബൈകളർ. Which of the following index or indices is incorrect regarding the selection of coconut seedling? കോക്കനട്ട് സീഡ്ലിങ്ങിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റ്സ്, ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. സോ ഇതിന്റെ ആൻസർ ഇസ് നൺ ഓഫ് ദീസ്. എല്ലാ ഓപ്ഷൻ എ, ബി, സി എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. അതായത് കോക്കനട്ട് സീഡ്ലിംഗ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഏജ് എന്ന് പറയുന്നത് 9 to 12 month ഓൾഡ് ആയിട്ടുള്ള സീഡ്ലിങ്സിന് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. വേറൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏർലി സ്പ്ലിറ്റിംഗ് ഓഫ് ലീവ്സ്. പിന്നെ ഒന്നുള്ളത് കോളർ ഗർത്ത് ഓഫ് 10 to 12 centimeter. അതൊരു പോയിന്റ്. അതോടല്ലാതെ നമുക്കറിയാം സീഡ്ലിങ്സ് സെലക്ട് ചെയ്യുന്ന ഏർലി ജെർമിനേഷനും നല്ല വിഗർ ഉള്ള സീഡ്ലിങ്സിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ 10 മുതൽ 12 മാസം ഉള്ള സീഡ്ലിങ്സിനെ ചൂസ് ചെയ്യുമ്പം ഏകദേശം 6 to 8 ലീവ്സ് ഉണ്ടാവണം. ഇനി അത് 9 മാസം പ്രായമുള്ള ഒരു സീഡ്ലിങ്ങിനെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 4 ലീവ്സ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വേറെ ഇത് അപ്പാർട്ട് ഫ്രം ദിസ് കുറച്ചുകൂടെ ഉള്ള വേറെ കുറച്ച് ഇൻഡെക്സ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡ്യൂസസ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്? അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ഫ്രൂട്ട്സ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്, പിന്നെ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സിംഗിൾ ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഫ്രൂട്ടിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫ്ലവറിലുള്ള മൾട്ടി കാർപ്പലേറ്റ് ഓവറി, കുറേ കാർപ്പൽസ് ഉള്ള ഓവറി, അതിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കും. അതിൽ വരുന്ന ചില ടൈപ്സ് ഉണ്ട്. അഗ്രിഗേറ്റ് ഫ്രൂട്ട്സിൽ തന്നെ നമുക്ക് അതിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഫോളിക്കിൾസ്, എറ്റേരിയോ, ഡ്രൂപ്ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ എറ്റേരിയോ ഓഫ് ബെറീസ് ആണ് ഈ കസ്റ്റർഡ് ആപ്പിൾ. സോ ഇതിന്റെ ആൻസർ ആണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സിൽ എക്സാമ്പിൾ ആണ് കസ്റ്റർഡ് ആപ്പിൾ. അതുപോലെ നമ്മുടെ ബ്ലാക്ക്ബെറി, റാസ്ബെറി എല്ലാം തന്നെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണ്. വേറെ എക്സാമ്പിൾസ് പിന്നെ ബാക്കിയുള്ള 3 ഓപ്ഷൻ ഫിഗ്, ബ്രെഡ് ഫ്രൂട്ട് ആൻഡ് മൽബെറി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ഫ്ലവേഴ്സിൽ നിന്ന്, ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് ഒരു ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. അപ്പോ ബ്രെഡ് ഫ്രൂട്ടും മൽബെറി, പൈനാപ്പിൾ, അതുപോലെ ഫിഗ് ഇതെല്ലാം തന്നെ, പൈനാപ്പിളും ആഡ് ചെയ്യണം, അതൊക്കെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ്. അതായത് ഒരുപാട് ഫ്ലവേഴ്സിൽ നിന്ന്, ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നതിനെയാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലാന്റ് പ്രൊപ്പഗേഷൻ? ഓക്കെ, അപ്പൊ ഇതില് പ്ലാന്റ് പ്രൊപ്പഗേഷൻ അത് മെയിൻ ആയിട്ട് ഇവര് കൊടുത്തിട്ടുള്ളത് കട്ടിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുള്ളത്.
അപ്പോ ഒരു കട്ടിങ്സിൽ നിന്ന് ഒരു പ്ലാന്റ് റീജനറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചില ഫാക്ടേഴ്സ് ഒക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ആ പ്ലാന്റിന്റെ സെക്സ്. ആദ്യം തന്നെ മെയിൽ പ്ലാന്റ്, ഫീമെയിൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഏത് ഏത് മരത്തിൽ നിന്ന്, മെയിൽ ട്രീസിൽ നിന്നോ ഫീമെയിൽ ട്രീസിൽ നിന്ന് കളക്ട് ചെയ്താലാണ് കട്ടിങ്സ് വേഗം റൂട്ട് ആവുക എന്നുള്ള ഒരു പോയിന്റ് ഒക്കെ ഉണ്ട്. അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് കട്ടിങ്സ് ടേക്കൺ ഫ്രം ഫീമെയിൽ ട്രീസ് റൂട്ട് ബെറ്റർ ദാൻ ഫീമെയിൽ ട്രീസ് തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആക്ച്വലി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മെയിൽ ട്രീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കട്ടിങ്സ് ആണ് വേഗം റൂട്ട് ആവുക. അതാണ് അവിടെ പോയിന്റ്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫീമെയിൽ ട്രീസ് ബെറ്റർ ദാൻ ഫീമെയിൽ ട്രീസ് തന്നെ പറയുന്നുണ്ട്, റൂട്ട് ബെറ്റർ ദാൻ ഫീമെയിൽ ട്രീസ്. അപ്പൊ അതൊരു നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്. അത് അവിടെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ തെറ്റായിട്ടാണ് വരുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹൈ കാർബോഹൈഡ്രേറ്റ് വിത്ത് ലോ നൈട്രജൻ ലെവൽ വിൽ എയ്ഡ് ഇൻ ഈസി റൂട്ടിംഗ്. സെമി ഹാർഡ്വുഡ് കട്ടിങ്സ് ആർ ഓൾസോ നോൺ ആസ് ഗ്രീൻവുഡ് കട്ടിങ്സ്. ട്രീറ്റ്മെന്റ് വിത്ത് സിന്തറ്റിക് ഓക്സിൻസ് അറ്റ് അപ്രോപ്രിയറ്റ് കോൺസെൻട്രേഷൻ റിസൾട്ട്സ് ഇൻ ഇംപ്രൂവ്ഡ് റൂട്ടിംഗ്. സോ ഇതിലുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2 and 4 ആർ കറക്റ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മെയിൽ ട്രീസിൽ നിന്ന് എടുക്കുന്ന കട്ടിങ്സ് ആണ് റൂട്ട് ബെറ്റർ ദാൻ ദി ഫീമെയിൽ ട്രീസ്. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. അതായത് നമ്മൾ കട്ടിങ്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കട്ടിങ്സിന്റെ അതായത് അതിന്റെ കാർബോഹൈഡ്രേറ്റ് റേഷ്യോ കൂടുതൽ, കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കൂടുതലും നൈട്രജന്റെ ലെവൽ കുറയുമ്പോഴാണ് ഈസി റൂട്ടിംഗ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തേർഡ് പോയിന്റ് റോങ് ആണ്. സെമി ഹാർഡ്വുഡ് കട്ടിങ്സിനെ അല്ല ഗ്രീൻവുഡ് കട്ടിങ്സ് എന്ന് വിളിക്കുന്നത്, മറിച്ച് സോഫ്റ്റ് വുഡ് കട്ടിങ്സിനെയാണ് നമ്മൾ ഗ്രീൻവുഡ് കട്ടിങ്സ് എന്ന് വിളിക്കുന്നത്. നോർമലി സോഫ്റ്റ് വുഡ് കട്ടിങ്സും വുഡി പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത്, പക്ഷെ ലിഗ്നിഫിക്കേഷൻ ആവാത്തത്. ദാറ്റ് മീൻസ് സ്റ്റിൽ അത് ടെൻഡർ ആയിരിക്കും, ലിഗ്നിഫൈഡ് ആവില്ല. അപ്പം ബ്രൗണിഷ് ആ കോട്ടിങ് ഹാർഡ് ആയിട്ടുണ്ടാവില്ല, മറിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ പോർഷൻ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗ്രീൻവുഡ് കട്ടിങ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോഫ്റ്റ് വുഡ് കട്ടിങ്സിനെയാണ് ഗ്രീൻവുഡ് കട്ടിങ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. സിന്തറ്റിക് ഓക്സിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന കട്ടിങ്സ് ഒക്കെ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇംപ്രൂവ്ഡ് റൂട്ടിംഗ്. ലൈക്ക് അപ്പം നിങ്ങളുടെ അടുത്ത ചോദ്യം എന്താണ്, വാട്ട് ഇസ് സിന്തറ്റിക് ഓക്സിൻസ്? അപ്പം നമുക്ക് ഓക്സിൻസിൽ തന്നെ നാച്ചുറൽ ഓക്സിൻസ് ഉണ്ട്, സിന്തറ്റിക് ഓക്സിൻസ് ഉണ്ട്. അപ്പൊ നാച്ചുറലി പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈക്ക് IAA പോലുള്ള ഇൻഡോൾ അസിറ്റിക് ആസിഡ് ഒക്കെ നാച്ചുറൽ ഓക്സിൻസ് ആണ്. മറിച്ച് നമ്മളായിട്ട് തന്നെ മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഓക്സിനെയാണ് നമ്മൾ സിന്തറ്റിക് ഓക്സിൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ NaA, നാഫ്തലിൻ അസിറ്റിക് ആസിഡ്, 2,4-D, 2,4,5-T, ഇതൊക്കെ സിന്തറ്റിക് ഓക്സിൻസ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ കട്ടിങ്സ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഈസി റൂട്ടിംഗ്. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ റൈറ്റ് ആൻസർ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ചില്ലിയിലുള്ള പഞ്ചൻസി ഫാക്ടർ ആണ് ക്യാപ്സൈസിൻ. ഓക്കെ, അടുത്തത് ഓണിയനിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് പറയുന്നത് അല്ലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ്. അതായത് അതിന്റെ ഓർഡർ, ആ ഒരു സ്മെല്ല് കോസ് ചെയ്യുന്ന ആ ഒരു കോമ്പൗണ്ട് ആണ് റെസ്പോൺസിബിൾ, the compound which is responsible for the odor in onion, അതിനാണ് അല്ലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ്. ഇനി ഗാർലിക്കില് അതേ സ്മെല്ലിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഡൈ അല്ലൈൽ ഡൈസൾഫൈഡ്. പിന്നെ ഫെനുഗ്രീക്കിലുള്ള വേറൊരു ആൽക്കലോയിഡ് ആണ് ട്രൈഗോനെല്ലിൻ. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ആൻസർ, ഓപ്ഷൻ സി. പിന്നെ 72 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐസൊലേഷൻ ഡിസ്റ്റൻസ് ടു ബി കെപ്റ്റ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് സർട്ടിഫൈഡ് സീഡ്സ് ഇൻ അമരാന്തസ്. അമരാന്തസിന് വേണ്ടിയിട്ട് സർട്ടിഫൈഡ് സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ചോദ്യം. ഇതിൽ നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ബട്ട് ഇതിന്റെ ആൻസർ ഐ തിങ്ക് ഇറ്റ് ഇസ് ഓപ്ഷൻ സി, 200 മീറ്റർ അഗൈൻ. അതായത് ഫൗണ്ടേഷൻ സീഡ്സിനാണ് 400 മീറ്റർ, സർട്ടിഫൈഡ് സീഡ്സിന് 200 മീറ്റർ ആണ് അതിന്റെ ഐസൊലേഷൻ ഡിസ്റ്റൻസ് പറയുന്നത് അമരാന്തസിന്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ബ്രിഞ്ചോൾ വെറൈറ്റീസ് ആർ ട്രൂ? സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 and 3. ആൻസർ കീയിലും റൈറ്റ് ആണ്. അതായത് സൂര്യ, ശ്വേത, ഹരിത ഇതെല്ലാം ബ്രിഞ്ചോൾ വെറൈറ്റീസ് ആണ്. ആൻഡ് ദേ ആർ റെസിസ്റ്റന്റ് ടു ബാക്ടീരിയൽ വിൽഡ്. ദേ ആർ ബാക്ടീരിയൽ വിൽഡ് റെസിസ്റ്റന്റ് ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസ്, സൂര്യ, ശ്വേത, ഹരിത. പിന്നെ ഇതിന്റെ കളറിനെ ബേസ് ചെയ്തിട്ടാണ് വേറെ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുള്ളത്. സൂര്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോസി വയലറ്റ് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ആണ്, ബ്രിഞ്ചോൾ ഇതാണ് വെറൈറ്റി ആണ്. അതുപോലെ ശ്വേത, ഹരിത ഗ്രീൻ ഫ്രൂട്ടഡ് ടൈപ്സ്.
ലോങ് ആൻഡ് ഗ്രീൻ ഫ്രൂട്ടഡ് ടൈപ്സ് ആണ് ശ്വേത ആൻഡ് ഹരിത. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ്. 1 and 3 രണ്ടും റൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് മാച്ച് ഓൺ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഓഫ് ടൊമാറ്റോ ബേസ്ഡ് ഓൺ ഇറ്റ്സ് യൂസ്. അപ്പോ അതായത് ടൊമാറ്റോനെ തന്നെ ഏത് പർപ്പസിലേക്കാണോ യൂസ് ചെയ്യുന്നത് അതിന് ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ആദ്യത്തത് പിങ്ക് സ്റ്റേജ്. പിങ്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ലോക്കൽ പർപ്പസ്, ലോക്കൽ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് സെയിൽസിന് കൊടുക്കുന്നത് പിങ്ക് സ്റ്റേജിലാണ്. മെച്യൂർ ഗ്രീൻ സ്റ്റേജ് അതില് എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മെച്യൂർ ഗ്രീൻ സ്റ്റേജിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഫുള്ളി റൈപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്തിനാണ്? കാനിങ് ആൻഡ് പിക്ലിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ ഫുള്ളി റൈപ്പ് സ്റ്റേജ്. ആൻഡ് റൈപ്പ് സ്റ്റേജ് ഇസ് ഫോർ ഹോം ഓർ ടേബിൾ പർപ്പസ്. സോ ഇതിന്റെ ആൻസർ ഇസ് ഓപ്ഷൻ സി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. അതായത് സെക്കൻഡ് പോയിന്റ് മാത്രമാണ് ഇത് റൈറ്റ് ആയിരിക്കുന്നത്. സ്നേക്ക് ഗാർഡ് എന്ന് പറയുന്നത് ഒരു മൊനീഷ്യസ് പ്ലാന്റ്. നമുക്കറിയാം കുക്കുർബിറ്റേഷ്യസ് ക്രോപ്സിൽ മാക്സിമം എല്ലാം തന്നെ മൊനീഷ്യസ്, അതിന്റെ സെക്സ് വളരെ ഭയങ്കര ഒരുപാട് സെക്സ് ഫോംസ് ഉണ്ട് കുക്കുർബിറ്റ്സില്. അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ കുക്കുർബിറ്റ്സ് ജനറലി നമുക്ക് പറയാം മൊനീഷ്യസ്, ആൻഡ്രോമൊനീഷ്യസ്, ഗൈനീഷ്യസ്, കുറെ ലൈൻസ് ഉണ്ട്. അതിൽ ഡൈഷ്യസും ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് സ്നേക്ക് ഗാർഡ് ഒരു മൊനീഷ്യസ് ആണ്. പോയിന്റഡ് ഗാർഡ് ആൻഡ് ഐവി ഗാർഡ്, നമ്മുടെ കോവയ്ക്ക, പോയിന്റഡ് ഗാർഡ് ആൻഡ് ഐവി ഗാർഡ് ഡൈഷ്യസ് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 2 ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ്. അതോടൊപ്പം വേറൊരു കാര്യം കൂടി നോട്ട് ചെയ്യാൻ, പോയിന്റഡ് ഗാർഡ്, ഐവി ഗാർഡ്, അതുപോലെ സ്പൈനി ഗാർഡ് എന്നൊന്നും കൂടെ ഉണ്ട്. സ്പൈനി ഗാർഡിനെയാണ് നമ്മൾ ഗ്യാക് ഫ്രൂട്ട് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് വെരി റിച്ച് ഇൻ വൈറ്റമിൻ എ. അപ്പൊ ആ ഒരു പ്ലാന്റും അതും ഒരു കുക്കുർബിറ്റ് ആണ്, കുക്കുർബിറ്റേഷ്യസ് വെജിറ്റബിൾ ആണ്, അതും ഡൈഷ്യസ് ആണ്. പോയിന്റഡ് ഗാർഡ്, ഐവി ഗാർഡ് ആൻഡ് സ്പൈനി ഗാർഡ് എന്ന് പറയുന്ന വെജിറ്റബിളും ഡൈഷ്യസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബ്ലോസം ആൻഡ് റോട്ട് ഓഫ് ടൊമാറ്റോ ഇസ് ഡ്യൂ ടു, ഒരു സംശയം വേണ്ട, ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ അഭാവത്തിലാണ് ഈ താഴെ ഇങ്ങനെ റോട്ടായിട്ട് കിടക്കും. അത് ബ്ലോസം എൻഡിൽ ഏറ്റവും താഴ്ഭാഗത്ത് റോട്ടിങ് സംഭവിക്കുന്നുണ്ട്. അത് ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് മാച്ച് ഓഫ് ദ ഫോളോയിങ്. ഇത് അതിന്റെ കോമൺ നെയിമും സയന്റിഫിക് നെയിമും ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. എന്തൊക്കെയാന്ന് നോക്കാം. വിൻഡ് ബീന്റെ സയന്റിഫിക് നെയിം ആണ് സോഫോകാർപ്പസ് ടെട്രഗോണലോബസ്. സ്വാർഡ് ബീൻ ആണ് കാനാവാലിയ ഗ്ലാഡിയേറ്റ. ജാക്ക് ബീൻ കാനാവാലിയ എൻസിഫോമിസ്. ക്ലസ്റ്റർ ബീൻ സൈമോപ്സിസ് ടെട്രഗോണലോബ. അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിമിന് വെച്ചിട്ടാണ് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ. നെക്സ്റ്റ് 78 ചില്ലി ഇസ. ഇതിന്റെ ഫോട്ടോട്രോപ്പിസത്തിന്റെ ബേസിൽ ലോങ്, ഷോർട്ട് ഓർ ഡേ ന്യൂട്രൽ പ്ലാന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ചില്ലി ഈസ് എ ഡേ ന്യൂട്രൽ പ്ലാന്റ്. ലൈക്ക് ടൊമാറ്റോയും കുക്കുംബറും എല്ലാം ഡേ ന്യൂട്രൽ ആണ്. അതുപോലെ ചില്ലി ഈസ് ഓൾസോ എ ഡേ ന്യൂട്രൽ പ്ലാന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോ എന്താണ് ഇവിടെ ഇൻകറക്റ്റ്? അതായത് ടൊമാറ്റോ ആൻഡ് കൗപ്പി ആർ നോട്ട് സെൽഫ് പോളിനേറ്റഡ്. They are actually self-pollinated. ടൊമാറ്റോയും കൗപ്പിയിലും എല്ലാം these two crops are self-pollinated crops ആണ്. അതാണ് ഇവിടെ റോങ് ആയിട്ട് കൊടുത്തത്. നോട്ട് സെൽഫ് പോളിനേറ്റഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്ത, അതായത് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഹോർട്ടിക്കൾച്ചറിൽ. സീഡ് പ്രൊഡക്ഷൻ ഓഫ് ക്യാബേജ് ഇസ് ഡൺ ത്രൂ. സോ ഇത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. സീഡ് ടു സീഡ് മെത്തേഡും ഹെഡ് ടു സീഡ് മെത്തേഡിലും നമുക്ക് ക്യാബേജിൽ സീഡ് പ്രൊഡക്ഷൻ ചെയ്യാം. രണ്ട് മെത്തേഡ്, ഒന്ന് സീഡ് പ്രൊഡക്ഷൻ ക്യാബേജിൽ രണ്ട് മെത്തേഡ്സ് ആയിട്ട്, ഒന്ന് ഇൻസിറ്റു മെത്തേഡ്, അതായത് സീഡ് ഇട്ടിട്ട് സീഡ് കിട്ടുന്ന രീതിയിൽ, സീഡ് ടു സീഡ്, അതിനെയാണ് ഇൻസിറ്റു. അതായത് നമ്മൾ സീഡ് ഇടുന്നു, അത് മുളച്ച് പ്ലാന്റ് ആയ ശേഷം നമ്മൾ ഓവർ വിന്റർ ചെയ്യാൻ വിടും. ഓവർ വിന്റർ എന്ന് വെച്ചാൽ എന്താണ്? ആ പ്ലാന്റ് ആ ഒരു വിന്റർ പാസ് ചെയ്യാൻ വേണ്ടി വിന്റർ പീരീഡിൽ അത് പാസ്സായി, അതായത് ആ വിന്ററും കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതിന് ഓവർ വിന്ററിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്ത് സീഡ് സെറ്റ് ആവുന്നു. അപ്പൊ സീഡിൽ നിന്ന് നമുക്ക് സീഡ് തന്നെ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഒരു സീഡ് പ്രൊഡക്ഷൻ പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്പ്ലാന്റിംഗ് മെത്തേഡിലേക്ക് കൂടി നമുക്ക് സീഡ് പ്രൊഡക്ഷൻ ചെയ്യാം ക്യാബേജിൽ. അതിനാണ് ഹെഡ് ടു സീഡ്. അതായത് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് ഇസ് ദ എക്കണോമിക് പാർട്ട് ഓഫ് ക്യാബേജ്. അപ്പോ ഹെഡ് നമ്മള് അതിനെ മാറ്റി നടുക, ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഹെഡ് ഒരു
ഗ്രോത്ത് ആയ ശേഷം അതിനെ പറിച്ച് അതിന്റെ ഔട്ടർ വേൾഡ്സ് എല്ലാം റിമൂവ് ചെയ്ത് ഹെഡിനെ മാറ്റി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നടുന്നതിനെയാണ്, നട്ടിട്ട് പിന്നെ അതിൽ ഫ്ലവർ ചെയ്ത് സീഡ് സെറ്റ് ആവുന്നതിനെയാണ് ഹെഡ് ടു സീഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഹെഡ് ടു സീഡ് മെത്തേഡിൽ തന്നെ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ തന്നെ ട്രാൻസ്പ്ലാന്റിങ് മെത്തേഡിൽ തന്നെ നമുക്ക് സ്റ്റംപ് മെത്തേഡ് ഉണ്ട്, സെൻട്രൽ സ്റ്റംപ് വിത്ത് കോർ ഇൻടാക്ട് ആയിട്ടുള്ള സ്റ്റംപ് വിത്ത് സെൻട്രൽ കോർ ഇൻടാക്ട്, സെൻട്രൽ കോർ മെത്തേഡ്, അങ്ങനെ 2-3 മെത്തേഡ്സ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, എന്നാലും റീപ്രൊഡക്ഷൻ ക്യാബേജിൽ 2 മെത്തേഡ്സിലായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് സീഡ് ടു സീഡും ഹെഡ് ടു സീഡ് മെത്തേഡ് എന്ന് അറിഞ്ഞിരിക്കുക. സോ അതിന്റെ ആൻസർ കീയിൽ ഓപ്ഷൻ സി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ദ ആൻസർ. ഇപ്പൊ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചറിൽ വന്നിട്ടുള്ളത്. കുറെയൊക്കെ ഡയറക്റ്റ് ആണ്, 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതായിട്ട് വന്നിട്ടുള്ളത്. അതിൽ തന്നെ എനിക്ക് ചെറിയ സംശയമുള്ളത്, ഒന്ന് POP തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ ഫീമെയിൽ ട്രീസ് ഞാൻ പറഞ്ഞല്ലോ അതും, പിന്നെ അതുപോലെ അമരാന്തസിന്റെ സീഡ് പ്രൊഡക്ഷന്റെ കാര്യം. ആക്ച്വലി അത് ICRന്റെ ബുക്സിലൊക്കെ കൊടുത്തിട്ടുള്ളത് 400 ഫോർ ഫൗണ്ടേഷനും 200 മീറ്റർ ഫോർ സർട്ടിഫൈഡ് ആണ്. സോ അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഏതായിരുന്നു, അത് മറ്റേ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ആക്ഷൻ. സോ അതും ഒരു സംശയമുണ്ട് എനിക്ക്. ആക്ച്വലി ഓപ്ഷൻ 1 അത് കറക്റ്റ് ആയിട്ടും കാണുന്നുണ്ട്, അബ്സിസിക് ആസിഡ് ഇറ്റ് ഇൻഹിബിറ്റ്സ് RNA ബയോസിന്തസിസ്, അങ്ങനെയും പേപ്പേഴ്സിലൊക്കെ കാണുന്നുണ്ട്. അതിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ ഞാനത് അറിയിക്കാം അഗ്രിഗുരു ടീമിൽ. ഓക്കെ, അപ്പം ഇത്രയാണ്. നന്നായി എല്ലാരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. നല്ലൊരു റിസൾട്ട്, എല്ലാവർക്കും നല്ല രീതിയിൽ റിസൾട്ട് വരാൻ ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ ഫാം ഓഫീസറിൻ്റെ എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ എക്സാം ടഫായിരുന്നു എന്നുള്ളൊരു റിവ്യൂ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇന്ന് പെത്തോളജിയിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. പെത്തോളജിയും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈസി, മീഡിയം ആൻഡ് എബവ് അങ്ങനെ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ഓഫ് മൈക്കോടോക്സിൻ പാറ്റുലിൻ ഇസ്. അതിൽ 4 കീ തന്നിട്ടുണ്ട്. പെൻസിലിയം ആസ്പെർജില്ലസ് ഉണ്ട്, ഫിസേറിയം ആസ്പെർജില്ലസ് ഉണ്ട്, കീറ്റോമിയം ബൈപോളാരിസ്, സ്റ്റാക്കിബോട്രസ് കപ്റ്റാരം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അങ്ങനെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ബൈപോളാരിസും കീറ്റോമിയും ആണ്. അപ്പോൾ ബൈപോളാരിസ് നമ്മൾ ഓൾറെഡി റൈസൽ ഡിസീസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൈപോളാരിസ് ഒറൈസെ എന്ന് പറഞ്ഞിട്ട്, ഹെൽമിന്തോസ്പോറിയം ഒറൈസെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതൊന്നും ഒരു ടോക്സിനും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫിസേറിയം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആസ്പെർജില്ലസും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസിലും 3 ഉണ്ട്. അപ്പോൾ 3 ഇല്ലാത്തൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഫിസേറിയം മൊണോളിഫോമെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഫിസേറിക് ആസിഡ് എന്ന് പറയുന്ന ഇതായിരുന്നു, അത് ടോക്സിനാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓൾറെഡി നമ്മൾ പെൻസിലിയവും ആസ്പെർജില്ലസിലും അത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഗ്രൗണ്ട് നട്ടിലൊക്കെ. എന്നിട്ട് അത് അഫ്ലാടോക്സിൻ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ആൻസർ. ഇപ്പോൾ ഈ 3 ഇല്ലാത്ത ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ അത് തന്നെയാണ് ആൻസർ. പെൻസിലിയം, എക്സ്പാൻസം, ആസ്പെർജില്ലസ്, ക്ലാവിറ്റസ് ആണ്. കൂടുതലും പെൻസിലിയം ആസ്പെർജില്ലസും ആണ് മൈക്കോടോക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡൈകാരിയോട്ടിക് സ്പോർ ഓഫ് പക്സീനിയ ഗ്രാമിനിസ് ട്രിറ്റിസി. നമ്മൾ പക്സീനിയ ഗ്രാമിനിസ് ട്രിറ്റിസിയുടെ ലൈഫ് സൈക്കിളിൽ 5 സ്പോർസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് നമ്മൾ 2 സ്പോർസ്, പിഗ്നിയവും ഏഷ്യൽ സ്പോർസും ബാർബറിയിലും, ബാക്കി യുറിഡിയോ, ടീലിയ ആൻഡ് ബെസിഡിയോ സ്പോർസാണ് വീറ്റിലും ഇൻഫെക്റ്റ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ ബെസിഡിയോ സ്പോർസ് എന്ന് പറയുന്നതാണ് നമ്മുടെ വീറ്റിൽ നിന്ന് ബാർബറിയിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യുന്ന സ്പോർ. അത് ഹപ്ലോയിഡ് സ്പോറാണ്. ദെൻ വെൻ യു കം ടു ഏഷ്യോ സ്പോർസ് വരുമ്പോൾ അവിടെയാണ് പ്ലാസ്മോഗമി നടക്കുന്നത്. സോ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യോ സ്പോർസ് N+N കണ്ടീഷൻസിൽ വരുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ഏഷ്യോ സ്പോർസ് വന്ന് പിന്നെ വീറ്റിൽ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് യുറിഡിയോ സ്പോർസ്. യുറിഡിയോ സ്പോർസ് ആണ് റിപ്പീറ്റിംഗ് സ്പോർസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ N+N. വെൻ യു കം ടു ടീലിയോസ്പോസിൻ്റെ കാര്യത്തിൽ എനിക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ടീലിയോസ്പോസ് നമ്മൾ പറയുന്നത് കാരിയോഗമി നടക്കുന്നത് ടീലിയോസ്പോസിലാണ്. കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടീലിയോസ്പോസിലാണ്. ആൻഡ് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ബെസിഡിയോസ്പോസ് ഹപ്ലോയിഡ് സ്പോർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഡിപ്ലോയിഡ് സ്പോറിൽ മിയോസിസ് നടന്നാൽ മാത്രമേ നമുക്ക് ഹപ്ലോയിഡ് സ്പോർ കിട്ടുകയുള്ളൂ. അപ്പോൾ
ടീലിയോസ്പോറും അതിന് ഡിപ്ലോയിഡ് സ്പോർ ആണ് കാണിക്കുന്നത്. ബട്ട് അതിൻ്റെ ഈ ടീലിയോസ്പോസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ അത് ഡൈകാരിയോട്ടിക് സ്റ്റേജ് കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് കാരിയോഗമി നടന്ന് ഡിപ്ലോയിഡ് സ്പോർ ആവുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഇപ്പോൾ ആൻസർ വന്നിരിക്കുന്നത് 1, 2, 3 ആണ്. ആ ഒരു ആൻസറിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. ആൻഡ് നിങ്ങൾ ഏതാണ് ആൻസർ എഴുതിയിരുന്നത്? ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിസീസ് കോസ്ഡ് ബൈ ഫസ്റ്റേഡിയസ് ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ബാക്ടീരിയ. ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ നമ്മളൊന്ന് അതിൻ്റെ കോസൽ ഓർഗാനിസം അറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ റൂൾ ഔട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഫസ്റ്റ് വൺ ഇസ് പിയേഴ്സ് ഡിസീസ് ഓഫ് ഗ്രേപ്സ് ആൻഡ് സിട്രസ് വെരിഗേറ്റഡ് ക്ലോറോസിസ് ആണ് പറയുന്നത്. പിയേഴ്സ് ഡിസീസ് ഓഫ് ഗ്രേപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കോസൽ ഓർഗാനിസം. സൈലല്ല ഫെസ്റ്റേഡിയോസ, സൈലല്ല സൈലം ഇൻഹാബിറ്റിംഗ് ബാക്ടീരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വേണ്ടത് ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ബാക്ടീരിയ ആണ്. സോ അതല്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് സിട്രസ് ഗ്രീനിങ് ആൻഡ് ബഞ്ചി ടോപ്പ് ഓഫ് പപ്പായ. ബഞ്ചി ടോപ്പ് ഓഫ് ബനാനയാണെങ്കിൽ നമുക്കത് വൈറസ് എന്ന് പറയാനും ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഇസ് അസ്റ്റർ യെല്ലോ ആൻഡ് ലീതൽ യെല്ലോയിങ്. ലീതൽ യെല്ലോയിങ് നമുക്കറിയാം ഇറ്റ് ഇസ് എ ഫൈറ്റോപ്ലാസ്മൽ ഡിസീസ്. അപ്പോൾ ഡൗട്ട് വരും ഇനിയിപ്പോൾ ഇതാണോ. അടുത്തത് വരുന്നത് സിട്രസ് സ്റ്റബേൺ ആൻഡ് കോൺസ്റ്റന്റ് വരുന്നുണ്ട്. സിട്രസ് സ്റ്റബേണും കോൺസ്റ്റന്റും സ്പൈറോപ്ലാസ്മൽ ഡിസീസാണ്. അപ്പോൾ ഈ ഫൈറ്റോപ്ലാസ്മ, സ്പൈറോപ്ലാസ്മ, നമ്മുടെ സിട്രസ് ഗ്രീനിങ് ഇതെല്ലാം ഫെസ്റ്റീഡിയസ് ആയ ബാക്ടീരിയാസ് ആണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഏതായിരിക്കും വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പൈറോപ്ലാസ്മയും ഫൈറ്റോപ്ലാസ്മയുടെയും ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്നാണ്. സോ മോസ്റ്റ്ലി അവർക്ക് ആ മീഡിയ ഡിഫറൻസ് അങ്ങനെ കുറച്ച് ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ ഈ സ്പൈറോപ്ലാസ്മയും ഫൈറ്റോപ്ലാസ്മയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാവാൻ ചാൻസ് ഉണ്ടാവില്ല. സോ വി ക്യാൻ ഗോ ഫോർ ബി. കാരണം എന്താണ്, സിട്രസ് ഗ്രീനി നമുക്ക് ഓൾറെഡി അറിയാം കാൻഡിഡാറ്റിസ് ലിബ്രി ബാറ്റർ ആണ്. ദാറ്റ് ഈസ് ഓൾസോ എ ഫെസ്റ്റീഡിയസ് ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ബാക്ടീരിയ. ബഞ്ചി ടോപ്പ് ഓഫ് പപ്പായയും ഫെസ്റ്റീഡിയസ് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസാണ്. സോ ദ ആൻസർ ഇസ് ബി. ഇനി അടുത്തത് ഡിസീസ് ഡ്യൂ ടു ബോറോൺ ഡെഫിഷ്യൻസിയാണ് പറയുന്നത്. സോ ഇതിനകത്തെന്ന് പറയുന്നത് ഫസ്റ്റ് സിട്രസ് റോസറ്റ്, യെല്ലോ സ്ട്രീക്ക് ഓഫ് കോൺ, സാൻഡ്രൗണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരത്തെ പോലെ നമുക്ക് ഓൾറെഡി അറിയാം സാൻഡ്രൗണ്ട് ഓഫ് ടൊബാക്കോ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഡിസീസാണ്. അപ്പോൾ അത് വരില്ല, അത് കട്ടായി. പാല ഡിസീസ് ഓഫ് ഷുഗർ കെയിൻ അതും വരില്ല, അത് മാംഗനീസ് ഡെഫിഷ്യൻസിയാണ്, അതും പോയി. ഇനി ആകെയുള്ളത് സിട്രസ് റോസറ്റും ഹാർഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ, ഇന്റേണൽ കോക്ക് ഓഫ് ആപ്പിൾ. അപ്പോൾ സിട്രസ് റോസറ്റ് എന്ന് പറയുന്നത് സിങ്ക് ഡെഫിഷ്യൻസി ഡിസീസാണ്. അപ്പോൾ അതും വരില്ല. ഇനി ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇന്റേണൽ കോക്ക് ഓഫ് ആപ്പിൾസ് ബോറോൺ എന്നാണെന്ന് അറിയാം. ഹാർഡ് റോട്ട് ആകുമ്പോൾ ചിലവർക്ക് ഡൗട്ട് വരും. കാരണം ഹാർഡ് റോട്ട് ഓഫ് പൈനാപ്പിൾ എന്ന് പറയുന്നത് ഫംഗൽ ഡിസീസാണ്. അപ്പോൾ ഷുഗർ കെയിനും അങ്ങനെ വരുമെന്ന് അല്ല, അതൊരു ഫിസിയോളജിക്കൽ ഡിസോർഡറാണ്. ഇനി അടുത്തത് നോൺ എൻവലപ്പ് സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ് ചോദിക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട് കോളിഫ്ലവർ മൊസൈക്ക് വൈറസ്. അത് കാണുമ്പോൾ തന്നെ അറിയാം അതല്ല. കാരണം ദാറ്റ് ഇസ് എ ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസ് ആണ്. അപ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ പോയി. അപ്പോൾ ഓൾ ഓഫ് ദ ഓപ്ഷനും പോയി. അപ്പോൾ എയും പോയി, ഡിയും പോയി. ഇനി ആകെ ഉള്ളത് ബിയും സിയും ആണ്. അതിനകത്ത് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസും ടൊബാക്കോ മൊസൈക്ക് വൈറസ്, അതാണ് നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ളത്. ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് ഓൾറെഡി നമുക്കറിയാം ഇറ്റ് ഇസ് എൻ എൻവലപ്ഡ് വൈറസ് ആണ്, സിംഗിൾ സ്ട്രാൻഡ്. കൂടുതലും ഇപ്പോൾ ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം ക്യാരക്ടറൈസ് ചെയ്ത വൈറസൊക്കെയാണ്. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ അവർക്ക് വേണ്ടത് എൻവലപ്ഡ് എന്നാകുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൈറസൊക്കെ ആയിരിക്കാം. അപ്പോൾ ടൊബാക്കോ മൊസൈക്ക് വൈറസ് നമുക്കിപ്പോൾ നമ്മൾ ഇതങ്ങനെയല്ല, ഷോർട്ട് കട്ടിൽ ഓർത്തിരിക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യിക്കുമല്ലോ. നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്ത് നമുക്ക് കട്ട് ഔട്ട് ചെയ്യാൻ ഇപ്പോൾ ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കുത്താം. അപ്പോൾ അതിൽ ഇപ്പോൾ പൊട്ടറ്റോ, അപ്പോൾ ടൊബാക്കോ മൊസൈക്ക് എന്ന് പറയുമ്പോൾ അത് നോൺ എൻവലപ്ഡ് ആയിരിക്കും. ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് എന്നൊക്കെ പറയുമ്പോൾ ടോസ്പോ വൈറസ് ആണ്. ടോസ്പോ വൈറസ് എല്ലാം എൻവലപ്ഡ് ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ്. സോ ദ ആൻസർ വിൽ ബി 35B. ഇനി അടുത്തത് ടോക്സിൻ വിത്ത് ഇനാക്ടിവേഷൻ ഓഫ് ഗ്ലൂട്ടാമിൻ സിന്തേസ് എൻസൈം. അപ്പോൾ നമുക്ക് ബാക്ടീരിയയും ഫംഗസും ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്. ഫെസിയോളോ ടോക്സിൻ, സിറിഞ്ചോമൈസിൻ, ടെൻ ടോക്സിൻ, ടാപ്പ് ടോക്സിൻ. സോ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ടാപ്പ് ടോക്സിൻ ആണ്. കാരണം അതാണ് സ്യൂഡോമോണസ് സിറിഞ്ച് സ്റ്റബാസി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാപ്പ് ടോക്സിൻ ആണ്. അതാണ് ഗ്ലൂട്ടാമിൻ സിന്തേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫെസിയോളോ ടോക്സിൻ വരുമ്പോൾ അത് വേറെ ആക്ടിവിറ്റിയാണ്. അത് ഓർണിത്തൈൻ ഡികാർബോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് സെക്ടോറിങ് ഓഫ് ഫംഗൽ കോളനി. ഇതും നമുക്ക് അറിയാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി റൂൾ ഔട്ട് എന്ന് പറയുന്നത് പാരാസെക്ഷൽ റീകോമ്പിനേഷൻ അല്ല എന്നറിയാം. ദാറ്റ് ഇസ് നമ്മൾ വേരിയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇത് എല്ലാം വേരിയേഷൻസ് ആണ്, പക്ഷെ നമുക്കറിയാം അതല്ല. ഹെട്രോകാരിയോസിസും അതല്ല എന്നറിയാം. സോ നെക്സ്റ്റ് വേരിയേഷൻ്റെ പേര് സെക്ടോറിങ് ഓഫ് ഫംഗൽ കോളനീസ്. നമ്മൾ അങ്ങനെയല്ലല്ലോ, ഒരു മ്യൂട്ടേഷനൽ സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ചിനെയുള്ള വേരിയേഷൻസ് എന്ന് പറയും. അപ്പോൾ കുറച്ചും കൂടി ആപ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ പെരിഫറലി നോക്കുമ്പോൾ നമുക്ക് സോൾട്ടേഷനായിട്ട് തോന്നും.
ആൻസറും അത് തന്നെയാണ്, സെക്ടോറിങ് ഓഫ് ഫംഗൽ കോളനീസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് ആൻറ്റിബയോട്ടിക്സ് വിച്ച് ഇൻഹിബിറ്റ്സ് സിന്തസിസ് ഓഫ് ബാക്ടീരിയൽ വോൾ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ ടെട്രാസൈക്ലിൻ നല്ലതെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ ഏതൊരു ക്ലാസ്സിൽ നമ്മുടെ ഒരു കുട്ടിയെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത് റൈബോസോമൽ ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. സോ 1 ഉള്ള എല്ലാ ആൻസേഴ്സും നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരെണ്ണം ഫസ്റ്റ് 1 പോയി. ഇനി അടുത്തത് പെൻസിലിൻ നമുക്കറിയാം ബാക്ടീരിയൽ സെൽ വാളിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 വരുന്ന ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആകെ 2 എണ്ണേ ഉള്ളൂ, ബി ആൻഡ് ഡി. അപ്പോൾ ഇതിനകത്ത് സെഫാലോസ്പോറിൻ ആണ്, ക്ലോറാമോഫെനിക്കോൾ, ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും. സെഫാലോസ്പോറിൻ ആണ് ബിക്കോസ് സെഫാലോസ്പോറിൻ ആണ് ബാക്ടീരിയൽ സെൽ വാളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സിന്തസിസിന്. സോ ദാറ്റ് ആൻസർ വിൽ ബി 2 and 3. ഇനി അടുത്തത് സിഗ്നലിംഗ് മോളിക്യൂൾ ഇൻ ക്വാറം സെൻസിങ് ഓഫ് റാൽസ്റ്റോണി. ഇത് കുറച്ച് ടഫായിട്ടുള്ള, കാരണം എനിക്ക് തോന്നുന്നു യു ജിയിലൊന്നും നമ്മളിത് പഠിക്കുന്നുണ്ടാവില്ല, PG PhD വരുമ്പോഴായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ സിഗ്നലിംഗ് മോളിക്യൂൾ ക്വാറം സെൻസിങ് എന്ന് പറയുമ്പോൾ അത് ബാക്ടീരിയയുടെ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പോലെ ബാക്ടീരിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്വാറം സെൻസിങ്. ആ ഒരു മോളിക്യൂളാണ്. കാരണം എന്ന് വെച്ചാൽ അത് അവരുടെ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ, ഇപ്പോൾ എവിടെയായാലും ഒരു ബാക്ടീരിയ കോളനൈസ് ചെയ്ത് അവരൊരു പർട്ടിക്കുലർ പോപ്പുലേഷന് മേലെ വന്നാൽ മാത്രമേ അവർക്ക് അവിടുത്തെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ പ്ലാന്റ് ഈ ഡിഫെൻസിനൊക്കെ ഇൻഡ്യൂസ് ചെയ്യാൻ, അതിനെ ഇൻഹിബിറ്റ് ചെയ്യണമെങ്കിലും അതിന് കുറച്ച് എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഇത്ര പോപ്പുലേഷൻ ആക്റ്റീവായി, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻറ്റേർണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ പറയുന്നത്. സോ ഈ സിഗ്നലിംഗ് മോളിക്യൂൾസ്, സോ നമുക്ക് അതിനകത്ത് നോക്കാം. വിച്ച് ഇസ് ഓപ്ഷൻസ് ഹോമോസെറിൻ ലാക്ടോൺസ്, ഡിഫ്യൂസബിൾ മോളിക്യൂൾ, പാൽമിറ്റിക് ആസിഡ്, മീഥൈൽ എസ്റ്റർ, ഒളിഗോപെപ്റ്റൈഡ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഈ ഡിഫ്യൂസബിൾ മോളിക്യൂൾസ് വരുന്നുണ്ട്, ഹോമോസെറിൻ ലാക്ടോൺസ്, പാൽമിറ്റിക് ആസിഡ് എല്ലാ ആൻസേഴ്സിൽ വരുന്നുണ്ട്. പക്ഷേ ദ തിങ് നമ്മൾ നോക്കണം, ഇറ്റ് ഇസ് റാൽസ്റ്റോണിയ സൊളനേസിയാരം. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്കും ഡിഫ്യൂസബിൾ മോളിക്യൂൾസ് 2 തരമാണുള്ളത്. സോ നമ്മൾ ഹോമോസെറിൻ ലാക്ടീൻ എന്ന് പറയുന്ന അത് ലാക്ടോൺസ്, അസൈൽ ഹോമോസെറിൻ ലാക്ടോൺസ് എന്ന് പറയുന്നതും പാൽമിറ്റിക് ആസിഡ്, മീഥൈൽ എസ്റ്റർ എന്ന് പറയുന്നതുമാണ് ആൻസറായിട്ട് വരുന്നത്. സോ ദ ആൻസർ ഇസ് 1 and 3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസൽ ഏജൻറ്റ് ഓഫ് ജിഞ്ചർ യെല്ലോയിങ്. അപ്പോൾ നമുക്ക് വിചാരിക്കും അതേതെങ്കിലും വൈറൽ ഡിസീസാണ്. അല്ല, ജിഞ്ചർ യെല്ലോസ് എന്ന് പറയുന്ന കാരണം അത് വിൽറ്റ് വന്നിട്ട് ലീഫ് യെല്ലോയിങ് ആയി പോകുന്നതാണ്. സോ ദ കോസൽ ഓർഗാനിസം ഇസ് ഫ്യൂസേറിയം ഓക്സിസ്പോറം ഫോമ സ്പീഷീസ്. സിഞ്ചുബറിയാണ് ജിഞ്ചർ യെല്ലോസിൻ്റെ കോസൽ ഓർഗാനിസംസ്. സോ ആകെ 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് കുറച്ച് കൺഫ്യൂസിങ്സ് ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ഓക്കെ ആയിരുന്നു. സോ ഈ റാൽസ്റ്റോണിയ പിന്നെ ടോക്സിൻ അതൊക്കെ കുറച്ചൊരു 10 ക്വസ്റ്റ്യൻസിൽ 2 ചോദ്യം അവർ എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ഇടുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ സ്റ്റിൽ എവിടേക്കോ പറഞ്ഞ പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്നു റൂൾ ഔട്ട് മെത്തേഡ്സ് ആയിരുന്നു കുറച്ചും കൂടി ആപ്റ്റായിട്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അഗ്രികൾച്ചർ ഓഫീസറിന് കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം.